വളരെ നല്ല കഴിവുണ്ടായിട്ടും അണ്ടർ റേറ്റഡ് ആയിപ്പോയ ഒരുപാട് നടന്മാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അത്തരത്തിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നടനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരുടെയും അഭിപ്രായം ഇന്ദ്രജിത്ത് ആയിരിക്കും. പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രജിത്തിനെ കുറിച്ചല്ല, പകരം മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ബിജു മേനോനെ കുറിച്ചാണ്. വളരെ നല്ല കഴിവുണ്ടായിട്ടും ഒരു സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങിപ്പോയൊരു നടൻ എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഒരു സപ്പോർട്ടിംഗ് റോളാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പനും കോശിയൊക്കെ പോലത്തെ ചുരുക്കം ചില സിനിമകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജോജു ജോർജിനൊക്കെ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് സ്കില്ല് തുറന്നു കാണിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ജോസഫ്, പൊറിഞ്ചു മറിയൻ ജോസ്, ഇരട്ട, ഇതൊക്കെ അതിനുള്ള പ്രധാന ഉദാഹരണങ്ങളാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബിജു മേനോന് തന്റെ ആക്ടിംഗ് സ്കില്ല് എടുത്തു കാണിക്കാൻ പറ്റിയ സിനിമകൾ വളരെ കുറവാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജോജു ജോർജിനേക്കാളും എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും കഴിവുമുള്ള ഒരാളാണ് ബിജു മേനോൻ. പക്ഷേ അയ്യപ്പനും കോശിയും ഒരു കിടിലൻ സിനിമ തന്നെയാണ്. അതിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. എന്നാലും അതൊരു സിംഗിൾ ഹീറോ മൂവി അല്ല. അതായത് പൃഥ്വിരാജും അതിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ബിജു മേനോന്റെ കിടിലൻ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിലീപ് നായകനായ മേരിക്കുണ്ടൊരു കുഞ്ഞാട്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഡിഫറെന്റ് ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് ബിജു മേനോൻ ആ ഒരു സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെയും ഒരു മെയിൻ ഹീറോ എന്നുള്ള വേഷമല്ല ബിജു മേനോൻ ഉണ്ടായത്. എന്ന് വെച്ച് ബിജു മേനോൻ നായകനായിട്ട് ഒരു സിനിമ പോലും വന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ജോജു ജോർജിന്റെ ഈ അടുത്ത് വന്ന ചില സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ബിജു മേനോന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, രണ്ടുപേരും ഗോട്ട് ലെവൽ ആക്ടേഴ്സ് ആണ്. അതിലൊരാൾക്കാണെങ്കിൽ നിരവധിയായിട്ടുള്ള മികച്ച സിനിമകളിൽ ചാൻസ് കിട്ടി, മറ്റൊരാൾക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനും കഴിവിനും അനുസരിച്ചിട്ടുള്ള സിനിമകൾ കിട്ടുന്നില്ല. അയ്യപ്പനും കോശിയും ഒരു മികച്ച സിനിമയായിട്ട് കൂടി എന്തുകൊണ്ട് ബിജു മേനോന് പിന്നീട് അങ്ങോട്ട് വലിയ സാധ്യതകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പൊതുവേ ഉള്ളൊരു സംശയമാണ്. എന്നാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസറും ഉണ്ട്. കാരണം കോവിഡ് ടൈമിലാണ് അയ്യപ്പനും കോശിയും തിയേറ്റർ റിലീസായത്. അയ്യപ്പനും കോശിയും റിലീസായിട്ട് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തു. ലോക്ക്ഡൌണിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ജോലിയും കൂലിയും ഇല്ലാണ്ട് കുറെ കാലത്തേക്കെല്ലാം വീട്ടിൽ തന്നെയായിരുന്നു. ഒരു സിനിമ ഷൂട്ടിങ്ങോ തിയേറ്റർ റിലീസോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടില്ല. അയ്യപ്പനും കോശിയും വന്ന ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്ട് ആ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം കുറഞ്ഞു എന്ന് വേണം പറയാൻ. അതിനുശേഷം അയ്യപ്പനും കോശിയൊക്കെ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു സിനിമ ബിജു മേനോന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അയ്യപ്പനും കോശിയും റിലീസാവുന്നതിന് മുമ്പ് ബിജു മേനോൻ നായകനായ 2 സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിലൊന്നാമത്തേതാണ് 2018 റിലീസായ ആനക്കള്ളൻ. രണ്ടാമത്തേത് തൊട്ടടുത്ത വർഷം റിലീസായ മേരാ നാം ഷാജി. മേരാ നാം ഷാജിയിൽ ആസിഫ് അലിയാണ് നായകനെങ്കിലും ആസിഫ് അലിക്കൊപ്പമുള്ള ഒരു ഈക്വൽ പൊസിഷൻ തന്നെയാണ് ബിജു മേനോനും ഉണ്ടായത്. പക്ഷേ ബിജു മേനോന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മറ്റൊരു നടൻ കൂടി ഉണ്ടായിരുന്നു. അതെ, സ്വാഭാവികമായിട്ടും ജോജു ജോർജ് തന്നെ. ഈ പറഞ്ഞ 2018 ജോജു ജോർജിൻ്റെതായിട്ട് വന്ന സിനിമ ജോസഫ് ആയിരുന്നു. ആ ഒരു പടത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വേറെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം പൊറിഞ്ചു മറിയം ജോസും റിലീസായി. ഈ 2 സിനിമകളും നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് അത് വേറെ തന്നെയാണ്. മറ്റൊരു വിധത്തിൽ ചിന്തിക്കുവാണെങ്കിൽ ബിജു മേനോൻ വലിയൊരു സ്റ്റാർ ആയിട്ട് വരുന്നത് തടസ്സപ്പെടുത്തിയത് ജോജു ജോർജിന്റെ ചില കിടിലൻ സിനിമകളാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യപ്പനും കോശിയും റിലീസായതിനു ശേഷം ബിജു മേനോന്റെ നല്ല സിനിമകളൊന്നും വന്നിട്ടില്ലേ? എന്നാൽ അത് അങ്ങനെയല്ല. അയ്യപ്പനും കോശിയൊക്കെ പോലെ കേരളം ഒട്ടാകെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മറ്റൊരു സിനിമ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തലവൻ ഈ അടുത്തല്ലേ ഈ ഒരു പടം റിലീസായത്. അതൊരു കിടിലൻ സിനിമയല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തലവൻ ഒരു കിടിലൻ സിനിമ തന്നെയാണ്, സമ്മതിക്കാം. അയ്യപ്പനും കോശിയായാലും അതേപോലെ തന്നെ തലവനായാലും രണ്ടും ഒരു ഡുവൽ ഹീറോ മൂവിയാണ്. പക്ഷേ അയ്യപ്പനും കോശിയും എന്ന സിനിമ ഇവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബിൽഡപ്പ് ആണ്. ചെയ്തതായിരുന്നു പോലീസിന് പിടി കിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് കിട്ടി. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. ഇനി അയാൾക്ക് നിയമമില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. സിനിമകളിൽ ഇമോഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇമോഷണൽ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നടന്മാർക്ക് പ്രേക്ഷകരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ സാധിക്കും. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി ബിജു മേനോന് വളരെ കുറവാണ്. ഈ ഒരു പ്രസന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ മോഹൻലാലിനെ തന്നെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു ഇമോഷണൽ എൻഡിങ്ങോട് കൂടിയുള്ള സിനിമയാവാനുള്ള സാധ്യത അത് വളരെയധികം കൂടുതലാണ്. ഇപ്പം ജോജു ജോർജിന്റെ കാര്യത്തിലേക്ക് തന്നെ വരുവാണെങ്കിൽ
ഇമോഷണലായിട്ട് അവസാനിക്കുന്ന ഒരുപാട് സിനിമകൾ ജോജു ജോർജിൻ്റെതായിട്ടുണ്ട്. ഇരട്ട എന്ന സിനിമ നമുക്ക് ഇതിലൊരു ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതിന്റെ ക്ലൈമാക്സിൽ തന്റെ മകളെ തന്നെയാണ് താൻ റേപ്പ് ചെയ്തത് എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു മൊമെന്റ്, അത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഇമോഷണലി അത് വലിയ രീതിയിൽ കണക്ട് ആവും. ജോജു ജോർജിന്റെ ആ ഒരു സമയത്ത് വന്ന മിക്ക സിനിമകൾക്കും ഇമോഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബിജു മേനോന്റെ ഈ അടുത്ത് വന്ന സിനിമകളൊക്കെ സ്റ്റോറി വൈസ് നൈസ് ആണെങ്കിലും പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന നല്ലൊരു സ്ക്രിപ്റ്റും സംവിധാനവും ഉള്ള ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ബിജു മേനോൻ അത് കിഡിലനായിട്ട് ചെയ്യുന്നുള്ളത് ഏതൊരു മലയാളിക്കും അറിയുന്ന ഒരു കാര്യമാണ്. കോമഡി ആയാലോ, ഇമോഷൻ ആയാലോ, വില്ലൻ ആയാലോ, ഹീറോ ആയാലോ, എന്തിനേറെ റൊമാൻറ്റിക് ക്യാരക്ടറായിട്ട് വരെ ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ബിജു മേനോൻ. ഒന്നും വേണ്ട, കോവിഡ് ടൈമിൽ റിലീസായ ആർക്കറിയാം എന്ന സിനിമയിലെ ബിജു മേനോന്റെ റോള്, ആ ഒരു പടം കണ്ടവർക്കറിയാം പീക്ക് ലെവൽ പെർഫോമൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ജോജു ജോർജുമായിട്ട് ഞാൻ ബിജു മേനോനെ കമ്പയർ ചെയ്യാനുള്ള പ്രധാന കാരണം, എനിക്ക് പേഴ്സണലി മലയാളത്തിൽ ബിജു മേനോനുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു നടൻ അത് ജോജു ജോർജ് തന്നെയാണ്. എന്നാൽ ജോജു ജോർജിനെ അപേക്ഷിച്ച് ബിജു മേനോൻ അണ്ടർ റേറ്റഡ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിരവധി അന്യഭാഷാ സിനിമകളിലാണ് ജോജു ജോർജിന് ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ബിജു മേനോൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു അന്യഭാഷാ സിനിമകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂ. അന്നേരം അടുത്ത ചോദ്യം വരും, എന്നാൽ പിന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയെല്ലാം അണ്ടർ റേറ്റഡ് ആണ്, അവരൊന്നും ഇങ്ങനെ കണ്ടമാനം അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കുന്നില്ലല്ലോ. അവർ ഓൾറെഡി മലയാളത്തിലെ ഗ്രേറ്റ് സൂപ്പർ സ്റ്റാർസ് ആണ്. ഇപ്പൊ തമിഴിലെ വിജയ് വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കുന്നില്ല എന്ന് വെച്ച് അദ്ദേഹം അണ്ടർ റേറ്റഡ് ആവില്ലല്ലോ. അന്യഭാഷകളിലൊക്കെ പോയിട്ട് കിടിലൻ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു നടനാണ് ബിജു മേനോൻ. മലയാളത്തിൽ തന്നെ ഇന്ദ്രജിത്ത്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ ഇവരെയൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പടയോട്ടം, 41, ഒരു തെക്കൻ തല്ലുകേസ്, 4-ാം മുറ, തങ്കം, ഗരുഡൻ, തുണ്ട്, മനോരഥങ്ങൾ, കഥ ഇന്നുവരെ എന്നീ സിനിമകളൊക്കെ അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച സിനിമകളാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ ഏകദേശം 160-ലധികം സിനിമകളിൽ അദ്ദേഹം ഇതുവരെയായിട്ട് അഭിനയിച്ചു. 1994 റിലീസായ പുത്രൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ മലയാള ചിത്രം. പിന്നെ അതിനിടക്ക് വിട്ടുപോയ മറ്റൊരു സിനിമ കൂടിയുണ്ട്, വെള്ളിമൂങ്ങ. കോമഡി റോളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബിജു മേനോന് ഒരു പ്രത്യേക കഴിവുണ്ട്. പിന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് പടം ഓർഡിനറി, ആ സിനിമയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു വൈബ് അത് വേറെ തന്നെയായിരുന്നു. ഈ കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ കോംബോയിൽ വന്ന സിനിമകളൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു സിനിമയാണ് റോമൻസ്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? ഗൈസ്, ബിജു മേനോന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അത് ഒരുപാട് ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ ഒരുപാട് സിനിമകൾ മിസ്സാക്കിയിട്ടുണ്ട്. ബിജു മേനോന്റെ പഴയ സിനിമകളെ കുറിച്ചൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ബിജു മേനോനെ കുറിച്ചുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വേഷത്തിൽ അഭിനയിച്ചത് ബിജു മേനോനാണ്. എത്ര പോലീസ് വേഷങ്ങൾ എന്നറിയാം, ഇഷ്ടം പോലെ. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ബിജു മേനോനെ കുറിച്ച് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അതേപോലെ തന്നെ മോനിഷ എന്ന നടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സജഷൻ വന്നിട്ടുണ്ട്. സത്യം പറയാല, എനിക്ക് ബേസിക്കലി ആ ഒരു നടിയെക്കുറിച്ച് അത്ര കൂടുതലായിട്ടൊന്നും അറിയില്ല. ഒരു ഏർലി 2K കിഡ് എന്നുള്ള രീതിയിൽ ജനറേഷൻ ഗ്യാപ്പ് എന്നെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പടം കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. പകരം ഒരു പഴയ നടനെ കുറിച്ചോ നടിയെക്കുറിച്ചോ സംസാരിക്കുമ്പം നമ്മൾ അവരെ കുറിച്ച് എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം എന്ത് പറഞ്ഞാലും അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഏതായാലും ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.